ചെന്നു കയറുന്ന വീടിന് സൗഭാഗ്യം നൽകുന്ന കുറച്ച് സ്ത്രീ നക്ഷത്ര ജാതകമുണ്ട്. ഏതൊരു പുരുഷന്റെയും ജീവിത ഉയർച്ചയ്ക്ക് ഒരു സ്ത്രീ നിമിത്തമാകാറുണ്ട്. വിവാഹത്തോടുകൂടി ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി ചെന്ന് കയറുന്ന വീടിന് സൗഭാഗ്യം ഒരുപാട് തരുന്ന, അല്ലെങ്കിൽ ഭർത്താവിന് ഒരുപാട് നേട്ടമുണ്ടാക്കി കൊടുക്കുന്ന കുറച്ച് സ്ത്രീ നക്ഷത്ര ജാതകർ. ഈ നക്ഷത്ര ജാതകർ തീർച്ചയായും ഒരുപാട് ധനാഭിവൃദ്ധിയിലേക്കെത്തും. ഇവർ ഒരുപാട് നല്ല രീതിയിൽ ജീവിക്കും. ഇവർക്ക് സർവൈശ്വര്യം വന്നു ചേരും. ഇവരുടെ പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടും. ഇവർക്ക് ഒരുപാട് നേട്ടമാണ്, ഒരുപാട് ഭാഗ്യമാണ്. ജ്യോതിഷപ്രകാരം 27 നക്ഷത്ര ജാതകർ, ആ 27 നക്ഷത്ര ജാതകർക്കും ഓരോ ഗ്രഹസ്ഥിതികളുമുണ്ട്. ഇവർക്ക് ഓരോരുത്തർക്കും അവരുടേതായ പ്രത്യേകതകളുമുണ്ട്. അവരുടെ സ്വഭാവ സവിശേഷതകൾ കൊണ്ട്, അതല്ലെങ്കിൽ അവരുടെ ജീവിത നിലവാരം, അല്ലെങ്കിൽ മറ്റ് പല കാര്യങ്ങളും. അങ്ങനെ ഈ 27 നക്ഷത്ര ജാതകരിൽ ചില സ്ത്രീ നക്ഷത്ര ജാതകർക്ക് അവരെ വിവാഹം കഴിക്കുന്ന പുരുഷന്മാർക്ക് ഒരുപാട് നേട്ടമായിരിക്കും, സൗഭാഗ്യ സമ്പന്നതയിലെത്താൻ സാധിക്കും. അതായത് ഈ പുരുഷന്മാർ ഏറ്റവും അധികം ധനമുണ്ടാക്കുന്നത് വിവാഹത്തോടു കൂടിയായിരിക്കും. അതുവരെ ഇവർക്ക് കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ ആയിരിക്കും. പക്ഷേ ഒരു വലിയ ഉയർച്ച ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നില്ല. പക്ഷേ ഈ സ്ത്രീ നക്ഷത്ര ജാതകരെ വിവാഹം കഴിക്കുന്നതിനോടുകൂടി ഇവർക്ക് വലിയൊരു ഉയർച്ച ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരും. പെട്ടെന്നായിരിക്കും ഉയർച്ച. ആരെയും ഞെട്ടിപ്പിക്കുന്ന രീതിയിൽ, ആർക്കും ഒരു വലിയ സംശയമുണ്ടാക്കുന്ന രീതിയിൽ. കാര്യം ഇവൻ എങ്ങനെ രക്ഷപ്പെട്ടു, ഇത്രേ പെട്ടെന്ന് എങ്ങനെ ഇവൻ ഇത്രയും കാശ് വന്നു, ഇവന് ലോട്ടറി അടിച്ചോ, അതല്ലെങ്കിൽ ഇവന് മറ്റേതെങ്കിലും രീതിയിൽ ഏതെങ്കിലും ബിസിനസ് ചെയ്തുണ്ടാക്കിയോ, അല്ലെങ്കിൽ പലർക്കും പല രീതി, അസൂയാലുക്കൾക്കൊക്കെ പല രീതിയിലുള്ള സംശയം ഉളവാക്കുന്ന രീതിയിലായിരിക്കും ഈ നക്ഷത്ര ജാതകരുടെ ഉയർച്ച. അതായത് ഈ സ്ത്രീ നക്ഷത്ര ജാതകർ ഏത് ഭർത്താക്കന്മാർക്കും കോടീശ്വര പദവി കൊണ്ടെത്തിക്കും എന്ന്. ആ നക്ഷത്ര ജാതകരിൽ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും ഭാഗ്യം ഒരുപാടുള്ള ഒരു നക്ഷത്രമാണ് മൂലം നക്ഷത്രം. ഈ നക്ഷത്ര ജാതകർ ചെന്നു കയറുന്ന വീടിന് സർവൈശ്വര്യമായിരിക്കും. പ്രത്യേകിച്ച് ആ കുടുംബത്തിലെ പുരുഷന്മാർക്ക് ഏറ്റവും അധികം നേട്ടമുണ്ടാക്കും. പെട്ടെന്നായിരിക്കും അവർക്കൊരു വലിയ സൗഭാഗ്യം വന്നു ചേരുക. ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും അവർക്ക് മാറിക്കിട്ടും. ആശകളും ആഗ്രഹങ്ങളും ഒക്കെ നിറവേറ്റാൻ സാധിക്കും. മൂലം നക്ഷത്ര ജാതകർ അത്രയധികം ഭാഗ്യമാണ്, അത്രയധികം നേട്ടമാണ്. മൂലം ഏത് വീട്ടിലുണ്ടോ അവിടെ സർവൈശ്വര്യമാണ്. ചെന്നു കയറുന്ന വീടിന് സർവൈശ്വര്യം നൽകുന്ന നക്ഷത്ര ജാതകരിൽ മൂലം നക്ഷത്ര ജാതകർ മുന്നിലാണ്. മൂലം നക്ഷത്ര ജാതകർ നിങ്ങളുടെ വീട്ടിലുണ്ട് എങ്കിൽ സർവൈശ്വര്യം തന്നെയാണ്. അത് പുരുഷന്മാരെ കോടീശ്വര പദവിയിൽ കൊണ്ടെത്തിക്കും. അവർക്ക് ജോലി ചെയ്യാനുള്ള ഒരു ഊർജ്ജസ്വലതയുണ്ടാകും. അവർക്ക് രക്ഷപ്പെടണമെന്നുള്ളൊരു മൈൻഡ് സെറ്റ് ഉണ്ടാകും. അവർക്ക് ആഗ്രഹങ്ങളൊക്കെ സഫലമാക്കുവാനുള്ള ഒരു വലിയ പ്രചോദനം വന്നു ചേരും മൂലം നക്ഷത്ര ജാതകരായ സ്ത്രീ ജാതകരുടെ ഭർത്താക്കന്മാർക്ക്. അത്രയധികം ഭാഗ്യമാണ്, അത്രയധികം നേട്ടമാണ്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് അവിട്ട നക്ഷത്ര ജാതകരാണ്. അവിട്ട നക്ഷത്ര ജാതകർക്കും അതുപോലെ തന്നെയാണ്. ചെന്നു കയറുന്ന വീട്ടിന് സർവൈശ്വര്യമാണ്. വീട് എത്ര താഴ്ന്ന നിലയിലാണെങ്കിലും ഈ അവിട്ട നക്ഷത്ര ജാതകർ ഏതെങ്കിലും വീട്ടിൽ ചെന്നു കയറിയാൽ സൗഭാഗ്യ സമ്പന്നതയിലെത്തും. അവിടെ ഒരുപാട് ധനം വന്നു ചേരും. അവിടെ പ്രശ്നങ്ങളില്ലാതാകാം. അവിടെ ഒരു സ്വര ചേർച്ചയൊക്കെ ഇല്ലാതിരുന്നയാണെങ്കിൽ എല്ലാവരും തമ്മിലൊരു ഐക്യതയൊക്കെ ഉണ്ടാവും. അങ്ങനെ വലിയ നിലയിൽ ഭർത്താക്കന്മാർക്ക് ഏറ്റവും അധികം ഗുണവും ഭാഗ്യവും സമ്പത്തും ഒക്കെ കൊണ്ടു കൊടുക്കുന്നതിൽ അവിട്ട നക്ഷത്ര ജാതകർ മുന്നിലാണ്. അവിട്ട നക്ഷത്ര ജാതകർ ഭാഗ്യമുള്ളവരാണ്. അവിട്ട നക്ഷത്ര ജാതകർക്ക് ഓരോ ഗുണാനുഭവങ്ങളുണ്ട്. അത് അനുഭവിച്ച് തന്നെ അറിയേണ്ട കാര്യമാണ്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് വിശാഖ നക്ഷത്രമാണ്. വിശാഖ നക്ഷത്ര ജാതകർക്കും ഇത് തന്നെയാണ്. ചെന്നു കയറുന്ന വീടിന് സർവൈശ്വര്യമാണ്. വിശാഖ നക്ഷത്ര ജാതകരുടെ ഭർത്താക്കന്മാരൊക്കെ നല്ല നിലയിൽ, ഞാൻ ഇപ്പോൾ കോടീശ്വരനാകുമെന്നൊന്നും ഞാൻ പറയുന്നില്ലെങ്കിലും നല്ല രീതിയിൽ ധനം ഉണ്ടാക്കാനുള്ള യോഗമുണ്ട്. പിന്നെ അതിനു വേണ്ടിയിട്ട് നമ്മളും ആത്മാർത്ഥമായി അല്പം കഷ്ടപ്പെടുകയൊക്കെ വേണം. ഞാൻ ഈ പറഞ്ഞ നക്ഷത്ര ജാതകരൊക്കെ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ഓം നമഃ ശിവായ എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ കുറിച്ചേക്കണേ. അടുത്തത് തൃക്കേട്ട നക്ഷത്രം. തൃക്കേട്ട നക്ഷത്രവും ഇതുപോലെ തന്നെയാണ്. ചെന്നു കയറുന്ന വീടിന് സൗഭാഗ്യ സമ്പന്നതയിലെത്തും. ഇവരുടെ ഭർത്താക്കന്മാരൊക്കെ വളരെ വലിയ നിലയിലെത്തിച്ചേരും. ചിലപ്പോൾ ഒരു ജോലിയിലാകും ഒരു ഉയർച്ച, അല്ലെങ്കിൽ ഒരു വിദേശ യോഗത്തിലൂടെയാകാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലായിരിക്കും ഇവർക്ക് വലിയൊരു ഉയർച്ച വന്നു ചേരുക. തൃക്കേട്ടയ്ക്കും ഭാഗ്യമാണ്.
തൃക്കേട്ട നക്ഷത്ര ജാതകർ ചെന്ന് കയറുന്ന വീടിന് സർവൈശ്വര്യമാണ്, ഭർത്താക്കന്മാർക്ക് ഒരുപാട് ഗുണം ചെയ്യും. അതുപോലെ ചതയ നക്ഷത്ര ജാതകരും അല്പം ദേഷ്യമൊക്കെ ഉള്ളവരാണെങ്കിലും, പെട്ടെന്ന് ദേഷ്യമൊക്കെ വരുന്നവരാണെങ്കിലും ഒരുപാട് ഭാഗ്യമുള്ളവരാണ്. അതോടുകൂടിയായിരിക്കും ആ ഭർത്താക്കന്മാർക്ക് ഒരു വലിയ ഉയർച്ച വന്നു ചേരുന്നത്, ആ കുടുംബത്തിനൊരു ഉയർച്ച വന്നു ചേരുന്നത്. ചതയം അത്രയ്ക്കധികം ഭാഗ്യമാണ്. എല്ലാ നക്ഷത്ര ജാതകർക്കും ഭാഗ്യമുണ്ടെങ്കിലും ചതയത്തിനും അല്പമുണ്ട്. ചില ഗോചര ഫലങ്ങളൊക്കെ അനുകൂലമാകുമ്പോഴാണ് നമുക്ക് ഈ ഒരു വലിയ ഭാഗ്യവും നേട്ടവും ഒക്കെ വന്നു ചേരുന്നത്. അതുപോലെ ചിത്തിര നക്ഷത്ര ജാതകർക്കും സൗഭാഗ്യ സമ്പന്നതയിലെത്താനുള്ള ഒരു യോഗമുണ്ട്. അതേപോലെ തന്നെയാണ് അവരുടെ ഭർത്താക്കന്മാരും രക്ഷപ്പെടും, കോടീശ്വര പദവിയിലൊക്കെ എത്തിച്ചേരുവാനുള്ള യോഗം ചിത്തിര നക്ഷത്ര ജാതകരുടെ ഭർത്താക്കന്മാർക്കുമുണ്ട്. കുടുംബം രക്ഷപ്പെടും, മക്കളൊക്കെ നല്ല നിലയിൽ എത്തിച്ചേരും. അതുപോലെ മകൻ നക്ഷത്ര ജാതകർക്കും ഏറ്റവും അധികം ഭാഗ്യവും ഉയർച്ചയും ഒക്കെ വന്നു ചേരും. അവരുടെ ഭർത്താക്കന്മാർക്ക് നല്ല ഉയർച്ച ഉണ്ടാകും. ജീവിതത്തിലെ പ്രതിസന്ധികളൊക്കെ അവർ തരണം ചെയ്യും. ഒരുപാട് ഉയർച്ചയിലേക്ക് ഇവർ എത്തിച്ചേരും, കുതിക്കുക തന്നെ ചെയ്യും. അടുത്തത് ആയില്യ നക്ഷത്ര ജാതകരുടെ ഭർത്താക്കന്മാർക്കും വളരെയേറെ ഗുണമാണ്. എല്ലാ രീതിയിലും സമൃദ്ധിയും സന്തോഷവും ഒക്കെ വന്നു ചേരും. ആയില്യ നക്ഷത്ര ജാതകർ സർപ്പക്കാവിലൊക്കെ ദർശനം നടത്തണം, സർപ്പ വഴിപാടുകളൊക്കെ നടത്തി മുന്നോട്ട് പോകണം. ഈശ്വരവിശ്വാസം ഏറ്റവും കൂടുതലുള്ള നക്ഷത്രമാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ പറഞ്ഞത്, ഇവരുടെ ഭർത്താക്കന്മാർക്കൊക്കെ വളരെ വലിയ നിലയിലെത്തിച്ചേരുവാനുള്ള യോഗം ഉണ്ടാവുമെന്ന്. ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും ഒക്കെ മാറ്റി വളരെ പെട്ടെന്ന് രക്ഷപ്പെടാൻ ആയില്യ നക്ഷത്ര ജാതകരുടെ ഭർത്താക്കന്മാർക്ക് കഴിയും. ആയില്യ നക്ഷത്രം ഏത് വീട്ടിൽ ചെന്ന് കയറുന്നോ അവിടെ സർവൈശ്വര്യമായിരിക്കും. ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ഒക്കെ വന്നു ചേരും ഉറപ്പായി. അതുപോലെ കാർത്തിക നക്ഷത്ര ജാതകരുടെ ഭർത്താക്കന്മാർക്കും വളരെയേറെ നേട്ടമാണ്. കുടുംബത്തിൻ്റെ ഐശ്വര്യമാണ് കാർത്തിക നക്ഷത്ര ജാതകർ ഏത് വീട്ടിലുണ്ടോ കീർത്തി കേൾക്കുമെന്നാണ്. വലിയ സമൃദ്ധിയിലേക്കെത്തും, വലിയ ഉയർച്ചയിലേക്കെത്തും, ആഗ്രഹങ്ങളൊക്കെ സഫലമാകും. ഏത് കുടുംബത്തിന് വേണ്ടിയിട്ട് ജീവിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവർക്ക് ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ഒക്കെ വന്നു ചേരുക. ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും ഒക്കെ മാറ്റി ഈ ഭർത്താക്കന്മാരെ നന്നായിട്ട് സ്നേഹിച്ച് നല്ല രീതിയിൽ ഒരു പ്രചോദനം കൊടുത്ത് അവരെ കൊണ്ട് നല്ല ബിസിനസ്സൊക്കെ ചെയ്യിപ്പിക്കാനും നല്ല രീതിയിൽ ഡെവലപ്പാക്കാനും ഒക്കെ ഈ പറഞ്ഞ നക്ഷത്ര ജാതകർക്ക് സാധ്യമാകും. അവരുടെ സ്നേഹം, അവരുടെ വാത്സല്യം, അവരുടെ പെരുമാറ്റം, ഇതൊക്കെ ഈ ഭർത്താക്കന്മാർക്ക് ഒരുപാട് ഗുണം ചെയ്യും. എല്ലാ നക്ഷത്ര ജാതകരും നല്ലത് തന്നെയാണ്. പക്ഷേ ഇവർക്ക് ഒരുപാട് സർവൈശ്വര്യമാണ്. ഞാൻ ഈ പറയുന്ന നക്ഷത്ര ജാതകർക്ക് അല്പം സർവൈശ്വര്യമാണ്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ജാതകം വ്യക്തമായിട്ട് പരിശോധിക്കേണ്ട കാര്യം കൂടിയുണ്ട്. ഇപ്പം ചില ജനനം ഒക്കെ ആണെങ്കിൽ, ചില സമയത്ത് ജനനങ്ങളൊക്കെ ആണെങ്കിൽ ഈ ഫലമൊന്നും കിട്ടണമെന്നില്ല. അപ്പോൾ ജാതകമൊക്കെ കറക്റ്റായിട്ട് പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും ഇന്നാൾക്ക് ഏതെല്ലാം സമയത്താണ് ഏതെല്ലാം സൗഭാഗ്യങ്ങൾ വന്നു ചേരുക, ചെന്ന് കയറുന്ന വീടിന് സൗഭാഗ്യ സമ്പന്നതയിൽ എത്തിക്കുവാനുള്ള യോഗമുണ്ടോ എന്നൊക്കെ വ്യക്തമായിട്ട് അറിയാൻ സാധിക്കും. ഏതായാലും ഇവർ സർവൈശ്വര്യമുള്ളവരാണ്, ഐശ്വര്യവതികളാണ് ഈ സ്ത്രീകൾ. തീർച്ചയായും ഇവർക്ക് വലിയ നിലയിൽ എത്തിച്ചേരാൻ സാധിക്കും. ചെന്ന് കയറുന്ന വീടിന് സൗഭാഗ്യ സമ്പന്നത നൽകാൻ കഴിയുന്ന നക്ഷത്ര ജാതകരാണ്, സർവൈശ്വര്യമാണ്. ഭാഗ്യം തുണയ്ക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി, നമസ്കാരം.